കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിൽ. ഗൂഡല്ലൂർ സ്വദേശി ജോമനാണ് പിടിയിലായത്. ആന്ധ്രയിലും ബംഗളൂരുവിലുമുള്ള വലിയ ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ജോമോൻ. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ച ഏജന്റുമാർക്ക് നൽകുകയാണ് ജോമോൻ ചെയ്തു വന്നിരിക്കുന്നത്. ഈ കേസ് എന്ന് പറഞ്ഞാൽ 2022 കാളിക റേഞ്ചിലെടുത്തൊരു കേസാണ്. അപ്പോൾ കേസിൻ്റെ അന്വേഷണം 66 കിലോ കഞ്ചാവായിട്ടാണ് പിടികൂടിയത്. ഒരു ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാദ്യം പിടികൂടി ഒരു വണ്ടിയായിട്ട്. ആ വണ്ടിയിൽ രഹസ്യ അറയുണ്ടായിരുന്നു. രഹസ്യ അറ ആന്ധ്ര ബേസ് ചെയ്ത് നിർമ്മിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വലിയ കേസ് അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. പിന്നെ ഈ വണ്ടിയുടെ ആർച്ച് ഉടമസ്ഥനെ കണ്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ ആൾ ഒരു ഊട്ടി സ്വദേശിയാണ്, തമിഴ്നാട് സ്വദേശിയാണ്. പുള്ളിയുടെ കയ്യിൽ നിന്നും ഇന്നലെ പിടികൂടിയ പ്രതി ജോമൻ എന്ന് പറഞ്ഞാൽ വാങ്ങിയതാണ്. പക്ഷേ രേഖകളൊന്നും അയാളുടെ പേരിലാക്കിയിട്ടില്ല. വാഹനം വാങ്ങി തുടർന്ന് രഹസ്യാറ നിർമ്മിച്ചു. പിന്നെ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തായിരുന്നു പുള്ളിയുടെ തൊഴിൽ. പുള്ളി ഗൂഡല്ലൂർ സ്വദേശിയാണ്. പക്ഷേ കേരളത്തിലേക്ക് ഇപ്പോൾ വരാറില്ല. വാളയാറിൽ 2022 ജനുവരി മാസത്തിൽ ഒരു കേസുണ്ട്. 18 കിലോ കഞ്ചാവുമായിട്ടൊരു പോലീസ് കേസുണ്ട്. ഗൂഡല്ലൂർ ബാംഗ്ലൂരിലെല്ലാം പോയിട്ടും കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ വളരെ ശക്തമായി നിരീക്ഷിച്ച് ആൾ പിടികൂടുകയും ചെയ്തു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, എത്രത്തോളം ഗുരുതരമായ രീതിയിൽ മയക്കുമരുന്ന് കടത്തലടക്കമുള്ള കാര്യങ്ങളിൽ ഈ മാഫിയയുടെ കണ്ണി ചേർന്നുള്ള പ്രവർത്തനത്തിൽ ഇയാൾ സജീവമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇയാളുടെ ഒരു പൊതുരീതി എങ്ങനെയാണ്? മധു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് ലഹരി മാഫിയ സംഘം വളർന്നു വരുന്നു. അതും പ്രധാനമായിട്ടും ഈ ആന്ധ്രയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ലഹരികളും അതുപോലെ തന്നെ എല്ലാവിധ ലഹരിയും ഇങ്ങോട്ടേക്ക് എത്തുന്നു. MDMA അടക്കമുള്ള ലഹരി വസ്തുക്കളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം SP മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ എക്സൈസ് ക്രൈംബ്രാഞ്ച് നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിൽ കേരളത്തിലേക്ക് പ്രധാനമായും കഞ്ചാവ് എത്തിക്കുന്ന ഒരു കണ്ണിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ജോമോൻ എന്നാണ് അയാളുടെ പേര്. ഈ സംഭവം അതായത് 2022 കാളികാവ് എക്സൈസ് ഒരു കേസ് പിടികൂടിയിരുന്നു മലപ്പുറത്ത് വെച്ച്. അതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റിലായിരുന്നു. 66 കിലോ കഞ്ചാവ് ബൊലേറോ വാഹനത്തിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു അന്ന് കണ്ടെത്തിയിരുന്നത്. ആ പ്രതി വഴിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത് ആന്ധ്രയിലും ബാംഗ്ലൂരിലും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു വലിയ സംഘമാണ് ഇതിനു പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. അതിൽ മലയാളികൾ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ അവിടെ ഹോൾസെയിലായിട്ട് ലഹരി കഞ്ചാവടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നത്. അതിൽ കേരളത്തിലേക്ക് ഏജന്റുമാർക്ക് നൽകാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ജോമോൻ എന്ന് പറയുന്ന ഈ വ്യക്തി. നേരത്തെ ജസ്റ്റിനും പിടിയിലായിരുന്നു. ഇത്തരത്തിൽ ഒരു കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവിടെ ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാരിലേക്ക് എത്തിക്കുന്നു. ആ ഏജന്റുമാർ പല സ്ഥലങ്ങളിലായിട്ട് ലഹരി ആവശ്യമുള്ള കടകൾ അതുപോലെ തന്നെ വ്യക്തികൾ എന്നിവരിലേക്ക് വാട്സാപ്പ് വഴി സന്ദേശം അയച്ച് ആവശ്യമുള്ളവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇവർ ഇതിന്റെ ഒരു വിൽപ്പന രീതിയായിട്ട് പറയുന്നത്. എന്നാൽ ഇത് ജോമോനിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇനിയും ഇതിൽ പ്രതികളെ പിടികൂടാനുണ്ട് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇദ്ദേഹം ബാംഗ്ലൂരിലാണ് കഴിയുന്നത് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയായ ജോമോനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇംതിയാസ് കരീമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.